അങ്ങനെ വെളുപ്പിന് 3 മണിയായി. അലാറം അടിച്ചു. അലാറം അടിച്ചപ്പോ എണീക്കാൻ നല്ല മടിയാണ്, നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട്. പിന്നെ എണീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിവൃത്തിയേട് കൊണ്ട് എണീറ്റതാണ് കേട്ടോ. അത് കഴിഞ്ഞൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി. അപ്പത്തിന് ഒരു ഇത്തിരി വെളിവായി. അത് കഴിഞ്ഞ് ബൈബിൾ എടുത്തു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദിവസം തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയൊരു എനർജിയാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥനയിലെ പിടിച്ചു നിൽക്കുന്നത്. ഇത് എന്റെ ഒരു ചെറിയൊരു ബൈബിൾ സ്റ്റാൻഡാണ് കേട്ടോ. ബൈബിൾ വെച്ചൊരു ഫ്ലവറൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ചൂടുവെള്ളം കുടിച്ചു. നിങ്ങളൊക്കെ എന്ത് നല്ല ശരി, എന്ന് ചൂടുവെള്ളം കുടിക്കുന്നു അല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കാറുള്ളൂ, പക്ഷെ കുടിക്കുന്നത് നല്ലതാണ്. വെറും വയറ്റി ചൂടുവെള്ളം കുടിക്കുന്നത്. നേരെ അടുക്കളയ്ക്ക് കയറി, കരണ്ടിലായിരുന്നു, തപ്പി കൂട്ടി എമർജൻസി ഓണാക്കി എന്തൊക്കെയൊക്കെയോ കാട്ടിപ്പറക്കുന്നു. ദേ ഉള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ ചതയ്ക്കുന്നതേ കരണ്ട് വന്നു. സമാധാനം. പക്ഷെ അത് പേടിക്കണ്ട, ഇപ്പൊ തന്നെ പൊക്കോളും. എമർജൻസി ഓഫാക്കി, കാരണം എമർജൻസി പൊട്ടയായിട്ടോ. അപ്പൊ അതുകൊണ്ട് ചാർജ് നിൽക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ ഈ ചതയ്ക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി പച്ചക്കപ്പ വേവിച്ച് വാളക്കറി വെച്ചിട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ബാക്കി എന്തെങ്കിലുമൊക്കെ ആക്കി പിറ്റേ ദിവസം എടുക്കും കേട്ടോ. അപ്പൊ എന്നും ഓരോ വെറൈറ്റി ആയിരിക്കും. എന്താണ് എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്. ഇന്നിപ്പോ ഇത് ഇങ്ങനെയാണ്. ഉള്ളി സവോളയുണ്ട്, പിന്നെ കുഞ്ഞുള്ളിയും വത്തലമുളകും വെളുത്തുള്ളിയും എന്താ പറയാ മഞ്ഞപ്പൊടി, ഇതൊക്കെ കറിവേപ്പിലൊക്കെ കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇത് ഞാൻ ഇത് വഴറ്റി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ഇതിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ അതിനകത്ത് മസാലയൊക്കെ ചേർക്കും കേട്ടോ. ഇന്ന് മസാലയൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. അത് ഇത്തിരി മീറ്റ് മസാല, ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ എന്താണോ എന്റെ വായിൽ വരുന്നത്, സോറി എന്നെ കൈ കിട്ടുന്നത്, അതൊക്കെ ചേർക്കും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, കുഴപ്പമില്ല ആയിരുന്നു, പാളിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കപ്പയിട്ടിളക്കി ഇങ്ങനെ എടുത്തു. അപ്പൊ ഇത് വാളക്കറിയാണ്. വാളക്കറി എടുത്ത് പാത്രത്തിലേക്ക് വെക്കുവാണ് കേട്ടോ. അത് എങ്ങോട്ടാണ് വാരിക്കെട്ടിക്കൊണ്ട് പൊതിഞ്ഞു പോകുന്നതെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴുകി. ഒരു പണി ചെയ്യുമ്പോൾ ഒരു 100 പണി ചെയ്യും കേട്ടോ, നല്ല പെട്ടെന്ന് തീരുള്ളൂ. അപ്പൊ അതിന് ഉപ്പുമാവ്, കപ്പ അങ്ങനെ തികയില്ല. അപ്പൊ തികയാത്തോണ്ട് ഞാൻ ഉപ്പുമാവ് എടുത്തു. അതിന്റെ ഇടയ്ക്ക് ചേട്ടായിക്ക് ഫുഡ് എടുത്ത് വെച്ചതാണ്. അപ്പൊ ഫുഡ് എടുത്ത് പാത്രത്തിൽ മൂടി വെച്ചു. അതിനിടയ്ക്ക് പാത്രം കഴുകി. ഇത് ചേട്ടായിക്കുള്ള ഫുഡാണ്. പിന്നെ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡെല്ലാം കൂടെ ബെഡ് ഷോപ്പിനകത്ത് എടുത്തു. തല്ലിക്കൂട്ടി എടുക്കുവാണ്. അങ്ങനെ 4:45 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 4:30 കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങണം കേട്ടോ. അപ്പൊ ചൂടുവെള്ളം, കട്ടൻ കാപ്പി, എല്ലാ സാമഗ്രികളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് കുളിച്ച് ഫ്രഷായി ബാഗൊക്കെ തൂക്കി പറക്കി എന്താ പറയുക, ഗൾഫിന് പോകുന്നതിന് 3-4 ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. അതേ സമയം ഇപ്പൊ 4:40 ആയിട്ടോ. അത് കഴിഞ്ഞ് പപ്പോടും ചോദിച്ചിട്ട് ദേ ഇറങ്ങാൻ പോവാണ്. കൂരിട്ട് പോവാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നു, നേരെ പോവാണ് കേട്ടോ. നിറച്ച നെയ്യലാണ്, വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നിറച്ച നെയ്യലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോവുകയാണ്. നേരെ ചായപ്പീടികയുടെ അങ്ങോട്ടാണ്, കോലാനി വെങ്ങലൂർ ബൈപ്പാസ്. 2-3 കടയുണ്ട്. അവിടെ പോയിട്ട് അവിടെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇരിക്കും. പിന്നെ എന്താ പറയുക, എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും വണ്ടിയിലിരുന്ന്. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് കേട്ടോ ഒരു പതിവ്. 2-3 കടകളുണ്ട്. അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കും. ഈ ഒരു നമ്മൾ പാട്ട് ഇട്ടുകൊണ്ടാണ് കേട്ടോ പോണതും ഒക്കെ വണ്ടിയിൽ. പക്ഷെ നമുക്ക് ഇടാൻ പറ്റത്തില്ല, കോപ്പറേറ്റ് കിട്ടും. നല്ല രസമാണ് പാട്ടൊക്കെ കേട്ട്. പുറത്ത് നല്ല മഴ, പിന്നെ വെളുപ്പാങ്കാലത്ത് ഈ പാട്ടൊക്കെ കേട്ട് പുറത്ത് മഴയും മഞ്ഞും ഒക്കെ ആയിട്ടുള്ളൊരു പോക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രസമാണ്. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. ഇങ്ങനെ ചായ പീടികയിൽ നിന്നൊരു ചായ കുടിക്കുക കേട്ടോ. അടിപൊളി സ്ട്രോങ് ചായ ആയിരുന്നു. നല്ല തണുപ്പത്ത് വെളുപ്പിന് 5:30 ഇങ്ങനെ നിന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞാൽ എന്നെ വൈബാണെന്നല്ലോ, വൈബാണ്, അടിപൊളി. ഇങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഇനി പോവാണ്. ഇനിയാണ് ചടങ്ങ്. എങ്ങോട്ട് പോകണം, എവിടെ വെച്ച് വീഡിയോ എടുക്കണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് കാണാട്ടോ. ഇപ്പൊ വെളുപ്പിന് 5:53 ആയിട്ടോ. ഇപ്പൊ ദേ തൊടുപുഴയില് ബൈപ്പാസ് റോഡാണ്. 5:53 തൊടുപുഴ ബൈപ്പാസ് റോഡില് കാഴ്ചകൾ, പ്രഭാത കാഴ്ചകൾ നടക്കുന്നുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. നേരെ ഇങ്ങനെ മിനിമിനാ വെളുത്ത് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമില്ലേ? കുറെ നടപ്പുകാരുണ്ടായിരുന്നു കേട്ടോ. അവര് കുറച്ചും കൂടെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവര് നടപ്പ് ഇങ്ങനെ നിരന്ന് കുറെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് നടപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ നടക്കുന്നുണ്ടപ്പോ എനിക്കൊരു തോന്നല്, എന്തായാലും നമ്മള് രാവിലെ കുറ്റിമുറിച്ച് പോന്നാലേ, എന്നാ പിന്നെ ഇത്തിരി നടന്നാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ, വീടെടുക്കാനുള്ള സ്ഥലം തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കാൻ പറ്റിയ സ്ഥലമുണ്ട് നോക്കണം. ഇപ്പൊ ഈ പെട്രോൾ പമ്പില് അതിലൊക്കെ പോണെങ്കിൽ നമുക്ക് എന്ത് വേണം, പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കണമെങ്കിൽ, പെട്രോൾ അടിച്ചില്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇതാണ് ഏറ്റവും വിഷമം. പെട്രോൾ അടിക്കുക എന്നുള്ളത് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള സംഗതിയാണ്. കാരണം ഈ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ട്, എന്തോരം പെട്രോൾ അടിച്ചാലും
ഒട്ടും നിൽക്കൂല. എന്തോ ലീക്ക് എന്തോ ഉണ്ടെന്നാണ് തോന്നണത്, എന്താന്നറിയില്ല. തൊടുപുഴയില് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസ് ആണ്. ഇത് നേരെ പോകുന്ന വെങ്ങല്ലൂർക്ക് ഇത് നമ്മള് ലെഫ്റ്റ് പോകുന്നത് മണക്കാടാണ്. മണക്കാട് ദേ ഇവിടെ നമ്മൾ താമസിച്ചാണ് കേട്ടോ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു 5:45 കഴിഞ്ഞു, 5:50-55 ആയി. അപ്പൊ നമ്മൾ നേരെ പോവുകയാണ്. ഇത് മൂവാറ്റുപുഴ പണ്ടപ്പള്ളി റോഡാണ്. അതായത് പണ്ടപ്പള്ളി ചെന്നിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റോഡാണ്. അപ്പൊ അതേ അങ്ങനെ നേരെ നല്ല രസത്തിലേ കാണാൻ. ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്, അതൊക്കെ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ എങ്ങടാണ് നമ്മൾ വീടെടുക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും കൺഫ്യൂഷന്. അങ്ങനെ നമ്മൾ ഈ റൂട്ട് തെരഞ്ഞെടുത്തു. ആൾക്കാർ ഇത് കണ്ട ചേട്ടന്മാരൊക്കെ നടക്കുന്നത് കണ്ടോ. ഈ ചേട്ടന്മാര് നടക്കുന്നത് കണ്ടപ്പോഴാട്ടോ എനിക്ക് തോന്നി, എന്നാ പിന്നെ നല്ല റോഡാണ്, പിന്നെ ഒത്തിരി വണ്ടി തിരക്കൊന്നുമില്ല, ഒന്ന് നടന്നിട്ട് വന്നാലോ, എന്തായാലും നമ്മള് പോന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പൊ ഇന്ന് തൊട്ട് ശീലം തുടങ്ങിട്ടോ, നടക്കാൻ തീരുമാനിച്ചു. നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ നടപ്പൊക്കെ നിർത്തിയായിരുന്നു, വയ്യായികളും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നിർത്തിയായിരുന്നു. അങ്ങനെ ഞാൻ നടപ്പ് തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3-4 റൗണ്ട് നടന്നു കേട്ടോ. നല്ലൊരു എനർജി ആയിട്ടോ, നല്ല അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു സ്ട്രോങ് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും സ്ഥലം നോക്കി പോവാണ് കേട്ടോ. ഇത് മണക്കാട് നിന്ന് തന്നെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ്. അപ്പൊ നല്ല രസമല്ലേ ഇത് കാണാന്. പള്ളിയൊക്കെ ഉണ്ട്. പള്ളി കാണാനും നല്ല രസമല്ലേ, സ്റ്റെപ്പൊക്കെ ഉണ്ടോ, എന്ത് രസമായിട്ടാണ്. നല്ല ഒരു എന്താ പറയാ. അപ്പോൾ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് നേർച്ചയിട്ടു. കാരണം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ശക്തിയാണ് കേട്ടോ. ഇപ്പൊ സമയം 8:30 ആയിട്ടോ. അപ്പൊ 8:30 ഫുഡ് കഴിക്കണം. 9 മണി ആകുമ്പോ എനിക്ക് മരുന്ന് കഴിക്കാനുള്ള. എത്രയാ ലേറ്റായി, 8:30 അല്ല 8:50. അപ്പൊ നല്ലൊരു സ്ഥലം കിട്ടി. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് കേട്ടോ. കാണാമോ കപ്പ? കപ്പ മളിച്ചു നോക്കട്ടെ. മീൻകറിക്ക് വേണ്ടി നമ്മളിങ്ങനെ കുഴി കുത്തി കൊടുക്കാം കേട്ടോ. മീൻകറി ഒരു കഷ്ണം ഒന്ന് പിടിച്ച് തല മൊത്തം. ഇത് എന്ത് മീന? വാള. ഇത് വാളയാണ്, വാള. എനിക്ക് ഭയങ്കര ഇഷ്ടം വാള. ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഈ പക്ഷികളുടെ കളകളാ ശബ്ദവും ഈ പച്ചപ്പും ഈ വൃക്ഷലതാദികളും ഒക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് കഴിക്കുമല്ലോ എന്താ സുഖമെന്നല്ലോ. ഉപ്പുമാവ് പഴം കൊണ്ടിട്ടുണ്ട്. കപ്പയും മീനുള്ളപ്പോൾ ആർക്കും ഉപ്പുമാവ് പഴം അല്ലേ? പക്ഷെ ഇത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പുമാവ് പഴവും കൂടെ എടുത്തു. വിശപ്പ് മാറിയില്ലെങ്കിൽ അതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കട്ടെ. കൂടെ കട്ടൻ ചായ ഉണ്ടേ.
സമയം 10:30 നമ്മൾ 4:45 വീട്ടിൽ നിന്ന് പോന്നായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു, പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ നമ്മൾ എന്നൊക്കെ ആഗ്രഹം പറയാം. അപ്പൊ ഇന്നിപ്പോൾ നമ്മളുടെ സ്ഥലം ഇതായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പൊ ശരി. അങ്ങനെ നമ്മൾ നേരെ പിന്നെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ പോരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീടെടുക്കാൻ കണ്ടാൽ നമ്മൾ എടുക്കും. തിരിച്ചു പോരുന്ന വഴിയാണിത്. നല്ല രസമുണ്ട്. ഇത് ഒരു അടിപൊളി കനാലാണ് കേട്ടോ, ഒരു പാലം. ഈ കനാൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഒരു പേടി, അതുകൊണ്ട് ഇറങ്ങിയില്ല. നമുക്ക് വെളിച്ചെണ്ണയും പിന്നെന്തോ കാപ്പിപ്പൊടിയൊക്കെ തീർന്നിരിക്കുക. പൈസ ഇട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പോയി കാപ്പിപ്പൊടിയും എണ്ണയും പാലും വാങ്ങണം. പണം മേടിച്ചു, 2 മിഠായി ഫ്രീയും തന്നു. സാധനമൊക്കെ പൈസ അത് 2 മിഠായി ഞാൻ വാങ്ങിച്ചു. അങ്ങനെ 11:20 ആയിട്ടോ വീട്ടിൽ വന്നപ്പോൾ. വീട്ടിൽ വന്നു, അത് നന്നായിട്ട് അത് കഴിഞ്ഞ് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനിയും നമുക്ക് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുണി കുറേ അലക്കാനുണ്ട്. ഇത് കാണുമ്പോൾ അവർക്ക് ഇവിടെ അലക്കേ ഇല്ലെന്ന്. 2-3 ദിവസം പെൻഡിങ് ആയതാണ് കേട്ടോ, വയ്യാതെയും തിരക്കുമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതേ ക്ഷീണം മാറ്റാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു, ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ്. അത് കഴിഞ്ഞ് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ അത് കഴിഞ്ഞ് കുളിച്ചു, റെഡിയല്ല, കുളിച്ചു ഫ്രഷായി, ചോറുണ്ടു, മീൻ വറുത്തതുണ്ട്, പിന്നെ എന്താ പറയുക കടച്ചക്ക വറുത്തരച്ച കറിയുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറുണ്ടു. ഇനി കുറച്ച് നേരം എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് പിന്നെ ചായ കുടിക്കണം. അങ്ങനെ അങ്ങ് പോകും. അത്രയേ ഉള്ളൂ.